നാസി ജർമ്മനിയെക്കുറിച്ച് മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീൻ നടത്തിയൊരു പരാമർശമുണ്ട്. ഒരു പക്ഷേ അതിവിടെ നമ്മൾ പറഞ്ഞു പോകേണ്ടത് പ്രസക്തമായൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിറ്റ്ലർ അധികാരത്തിലേക്ക് വന്ന ഘട്ടത്തിൽ ജർമ്മനിയിൽ നിന്ന് പലായനം ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ജൂതനാണ്. അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹം പിന്നീട് ന്യൂയോർക്ക് ടൈംസിന് ഒരു അഭിമുഖം കൊടുത്തു. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഹിറ്റ്ലർ അപകടകാരിയാണ്, ഈ രാജ്യത്തെ വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. ഹിറ്റ്ലറുടെ സാന്നിധ്യം ജർമ്മനിക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ വലിയൊരു വിപത്തായി ഭവിക്കുമെന്ന് ചിന്തിച്ചിരുന്നുണ്ട്. പക്ഷേ അവരിൽ പലരും ഒരു രസത്തിന് ഹിറ്റ്ലറിന് വേണ്ടി വോട്ട് ചെയ്തു എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു അഭിമുഖത്തിൽ പറയുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ മോഡി ഒരു വലിയ ഉസ്താദാന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത് എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപകടത്തിലേക്കാണ് ഇന്ത്യ നയിക്കുക. നമ്മുടെ സാഹോദര്യം അപകടത്തിലാകുമെന്ന് തിരിച്ചറിവുള്ളവർ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ജർമ്മനിയിലെ അക്കാഡമിക് സമൂഹം ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഹിറ്റ്ലറെ പ്രതിരോധിക്കാമായിരുന്നുവെന്ന്. എന്തുകൊണ്ടാണ് ഈ ഫാഷിസ്റ്റ് ശക്തികൾ നമ്മുടെ സർവകലാശാലകളെ, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വലിഞ്ഞു മുറുക്കുന്നതെന്ന് നമുക്ക് അറിയാമോ എന്നുള്ള കാര്യം എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഒരുപക്ഷെ ഏറ്റവും വലിയൊരു ആപ്തവാക്യമുണ്ട്, ചരിത്രത്തെ നിയന്ത്രിക്കുന്നവരാണ് ഭൂതകാലത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്. ഹു കൺട്രോൾസ് ദ പാസ്റ്റ് കൺട്രോൾസ് ദ ഫ്യൂച്ചർ. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രം തിരുത്തി കുറിക്കണം. മഹാത്മാഗാന്ധിയുടെ ഘാതകന്റെ പട്ടികയിൽ ഉൾപ്പെട്ട പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന വീർ സവാർക്കറുടെ പടം, ഛായാചിത്രം പാർലമെന്റിൽ അനാവരണം ചെയ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രം തലകീഴെ മറിയുന്നുവെന്ന് നമ്മൾ പറയുമ്പോൾ പോലും മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് നേരെതിർവശം സവാർക്കർ ചിത്രം പ്രതിഷ്ഠിക്കാനുള്ള തൻ്റെ ഇടവും ധാർഷ്ട്യവും ഇന്നത്തെ ഭരണാധികാരികൾ കാണിക്കുന്നതിൻ്റെ കാരണം ഇന്ത്യയുടെ ചരിത്രത്തെ തിരുത്തിക്കുറിക്കാനുള്ള ഈ വെമ്പല് കൊണ്ടാണ്. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ഒരു സൈക്കിക് ഡിസ്റ്റംബർ. സൈക്കിക് ഡിസ്റ്റംബറിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ ഒരു മനോരോഗം ആ രാജ്യത്തെ ഗ്രസിച്ചു എന്നാണ്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ആ മനോരോഗം ആ ഭൂമികളെയൊക്കെ ഗ്രസിച്ചിരുന്നില്ലേ എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകുകയാണ്. ഉത്തർപ്രദേശിലൊക്കെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വീടുകൾക്ക് മുകളിലൂടെ ബുൾഡോസറുകൾ പായുമ്പോൾ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ആ മനോരോഗം അങ്ങോട്ടൊക്കെ പടർന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഛത്തീസ്ഗഡിൽ നിരപരാധികളായ 2 കന്യാസ്ത്രീകളെ പിടിച്ച് കുറ്റവാളികൾക്കൊപ്പം ജയിലിൽ തള്ളുമ്പോൾ ഈ ജർമ്മനിയിൽ പടർന്നു പിടിച്ച മനോരോഗത്തിന്റെ മറ്റൊരു ദൃശ്യമല്ലേ അവിടെ കാണാൻ കഴിയുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ നമ്മുടെ 2 മലയാളി കന്യാസ്ത്രീകളെ ഇവർ പിടിച്ച് ജയിലിലാക്കി. ഇവിടെ ഉള്ളവർക്ക് അറിയോ? അതൊക്കെ കേട്ടിട്ടില്ലേ? ഇടതുപക്ഷത്തിൻ്റെ എംപിമാർ പോയിരുന്നു, ഞങ്ങൾ പോയിരുന്നു. എന്താ അവർ ചെയ്തത്? 3 പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി നിന്നു. പ്രായപൂർത്തിയായിട്ടുള്ള 3 സ്ത്രീകൾക്ക് അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കാൻ അവർ സന്നദ്ധരായി. സമ്മതിക്കില്ല. മതപരിവർത്തനത്തിന് പോകുന്നതാണെന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ പോയി. ആ 2 കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി. പക്ഷേ അതിന് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഇവിടുന്ന് രാജീവ് ചന്ദ്രശേഖറും കൂട്ടരൊക്കെ അവിടെ വന്നു എന്നുള്ള കാര്യം വേറെ. NIA കോടതിയിൽ ആ കേസ് കിടക്കുകയാണ് ഇപ്പോൾ. NIA കോടതിയിൽ രാജ്യദ്രോഹം പോലുള്ള വലിയ കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യേണ്ട NIA കോടതിയിലാണ് ഈ 2 സാധുക്കളായിട്ടുള്ള കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കേസ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ ഇന്ത്യയുടെ ഈ വ്യതിയാനത്തെക്കുറിച്ചും പ്രയാണത്തെക്കുറിച്ചൊക്കെ
നമ്മൾ ആകുലപ്പെടുന്നു ഇതുപോലുള്ള സെമിനാറുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്.